ഞാൻ ഡോക്ടർ കുലിയോപോൾ, ഡെർമറ്റോളജിസ്റ്റാണ് ഇവിടെ ഗ്രേസ് ആൻഡ് ഗ്ലോ സ്കിൻ ക്ലിനിക്കിൽ. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹെയർ ഫോൾ. സമയത്തിനനുസരിച്ച്, പ്രായം അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവരുടെയും സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ച് അസുഖങ്ങളും ഫേസ് ചെയ്യും. സോ ഹിയർ വി ഗിവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നോയിങ് വാട്ട് ഇസ് ദ കോസ് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ്. നമുക്കിവിടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സ്കാർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, MNR, CO2 ലേസർ, ഈവൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഹൈഡ്രാ ഫേഷ്യൽസ്, അങ്ങനെ പലതരത്തിൽ ബേസിക് ടു കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ലോസിന് വേണ്ടിയിട്ട് PRP, GFC, autosomal, exosomes, almost all kinds of treatments we provide here. We go through a holistic approach here and we find the apt solutions for them at our maximum effort. കേരളത്തിൽ പുതിയ പാർട്ടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹം പാർട്ടി രംഗത്ത്. ഹം പാർട്ടി പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ സന്തോഷ് സുമൻ ഗൂഗിൾ മീറ്റിലൂടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. ex-MLA Kerala Congress, Mr. A.B. Thamakrasan, ex-MLA JSS Party, Mr. Balaram Mapuram Surendran, JS Party, Sharif Babu, RPIA, Sanoop Yusuf, State President, Vijay Fans Association, Mr. Maya Pradeep, Karnataka State President, Hum, MS Balaji, Tamil Nadu State President, His Grace Archbishop Dr. Babu George, His Grace Archbishop Kejri Bishop Mar Leons, Dr. Basilio, Dr. Marcus, Bishop Reverend Sunny Abraham, Bishop John, Father Matthew Kutti, Father Biju Sam, Reverend Father Matthew Chaco, Matthew Stephens, ex-MLA, Father Biju, and Nitya Chantyayati, Wesley G, General Secretary, and all the media person, all the workers of the Hum Party. പാർട്ടി ചീഫ് ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നിത്യ ചൈതന്യജാതി, മാത്യു സ്റ്റീഫൻ, ഫാദർ ഡോക്ടർ ബാബു ജോർജ് എന്നിവർ ചേർന്ന് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. അവർ നിർദ്ദേശിച്ച ഒരു കാര്യം തന്നെയായിരുന്നു KR ഗൗരിയമ്മ എന്ന് പറയുന്ന ആദരണീയായ ആ മഹത്വ വ്യക്തിത്വത്തെ ഒരു ദേശീയ നേതാവായി പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു കാര്യം. അതിൽ നിന്നാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കേരള രാഷ്ട്രീയ പാരമ്പര്യത്തിലെ ഏറ്റവും ഉന്നതയായ ഒരു നേതാവ് തന്നെയായിരുന്നു KR ഗൗരിയമ്മ. പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഗൗരിയമ്മയുടെ വീട്. കാരണം അവർക്കറിയാം, JSS എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉള്ള ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു അഭിവാജ്യ ഘടകം തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആവർത്തി അവര് പല മുന്നണികളുടെ കൂടെ നിന്ന് കേരള രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഇടപെടാൻ ഒരുങ്ങുന്ന ഹം പാർട്ടി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് നേതൃത്വം അറിയിച്ചു. പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായ പ്രസിഡന്റ് AV താമരാക്ഷന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. കിഴക്കൻ മലനിരകളിൽ ശക്തമായ ബന്ധമുള്ള കേരള കോൺഗ്രസ് നേതാവായിരുന്ന മാത്യു സ്റ്റീഫൻ ഹം പാർട്ടിയിൽ ചേർന്നത് പാർട്ടിക്ക് പുതിയ ഊർജ്ജം നൽകിയതായി നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയത്തെ സേവനമായി കാണുന്ന വ്യക്തിയാണ് മാത്യു സ്റ്റീഫൻ എന്നും കർഷകരുടെ ക്ഷേമത്തിനായി അദ്ദേഹം പ്രത്യേകമായി പ്രവർത്തിക്കുന്ന നേതാവാണെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്ന വിവിധ യോഗങ്ങളിൽ പങ്കെടുത്ത് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പിന്തുണ നൽകി. JSS പാർട്ടിയാണ് ആദ്യം ഹം പാർട്ടിക്ക് കൈകോർത്തതെന്നും നേതൃത്വം അറിയിച്ചു. രാജേഷ് കുമാർ, സുരേന്ദ്രൻ, മാത്യു സ്റ്റീഫൻ, വിനോദ്, സിബി ജോർജ്, ഷെരീസ് ബാബു തുടങ്ങിയവരെ പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത സമത്വപരവും മതേതരവുമായ രാഷ്ട്രീയമാണ് ഹം പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. So I miss this opportunity to address you physically over there, but I will assure you that in the month of January, either end of January or mid of January, I will be there to address you all, meet you all, learn from you all, because you are the champion of the social reformer. You are the man from all the field. You are from the films. You are from the
religious point of view or from politicians, great politicians. സമത്വം, മതേതരത്വം, യുവത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് പാർട്ടിയുടെ മുഖ്യ മുദ്രാവാക്യം. ഹിസ് ഗ്രേസ് ബിഷപ്പ് ബാബു ജോർജ്, ഹിസ് ഗ്രേസ് ബിഷപ്പ് സണ്ണി എബ്രഹാം, ഹിസ് ഗ്രേസ് ബിഷപ്പ് ജോൺ ബർത്തലോമിയോസ്, റവറൻ ഫാദർ മത്തായി ചാക്കോ, റവറൻ ഫാദർ ബിജു സാം, റവറൻ ഫാദർ ബിജു സി വളർകാട്, റവറൻ ഫാദർ മാത്തുക്കുട്ടി എന്നിവരും കമ്മിറ്റി അംഗങ്ങളാണ്. കൂടാതെ കർണാടകയിൽ നിന്നുമുള്ള മായ പ്രദീപ് ജി, കോയമ്പത്തൂരിൽ നിന്നുള്ള ബാലാജി എന്നിവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഒന്നിച്ചു നിന്നുകൊണ്ട് ലയിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള JSSന്റെ മുൻനിര നേതാവായ പ്രസിഡന്റായ AV താമരാക്ഷം പിള്ള സാറിനെയാണ് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം നമ്മളെല്ലാവരും അറിയുന്ന വലിയൊരു നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യം ഇല്ല. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കിഴക്കൻ മലനിരകളിൽ എല്ലാ ഗ്രാമങ്ങളിലും കേട്ടുപരിചയമുള്ള ന്യൂസ് ബ്യൂറോ, കൊച്ചി.